പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം 68-ാം സങ്കീർത്തനം 1-ാം വാക്യം. Psalm 68:1. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. God shall arise. God shall arise. His enemies shall be scattered. Enemies shall be scattered. And those who hate him shall flee before him. And those who hate him shall flee before him. ദൈവന്റെ ഉള്ളിൽ ചെന്ന ചിന്ത, ആരാണ് ദൈവത്തിന്റെ ശത്രു? Who is God's enemy? In our life we have many enemies. Maybe ജോലി സ്ഥലത്ത് നമുക്ക് ശത്രുക്കൾ കാണാം. We have enemies in job place. Maybe we have enemies in our family. Hallelujah. Who is the enemy of God? അപ്പൊ എനിക്കൊരു ഡെഫിനിഷൻ ദൈവം തന്നു. സ്തോത്രം. God has given a definition. Praise God. God's enemy is an experience who takes away God's people from God's presence. ദൈവ കൃപയിൽ നിന്ന് ഒരു വ്യക്തിയെ അകറ്റിക്കളയുന്ന അനുഭവമാണ് ദൈവത്തിന്റെ ശത്രു. Praise God. Hallelujah. Hallelujah. ക്ലിയർ ആയി നിങ്ങൾക്കത്? ഒരു വ്യക്തി, a person who is committed for Christ. He said, yes, I believe in Christ, my life is for Christ. അങ്ങനെ ഡിസിഷൻ ഉള്ള ഒരു വ്യക്തിയെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഒരു ശക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ, അതാണ് ദൈവത്തിന്റെ എനിമി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു ഗോഡ് ഈസ് റൈസിംഗ്. അപ്പൊ എന്ത് പറ്റുന്നു? ശത്രുക്കൾ ചിതറുന്നു. അടുത്ത് പറയുന്നു, അവനെ പകയ്ക്കുന്ന ശത്രു ഓടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് ദൈവം എഴുന്നേൽക്കുന്നത്? When God will arise. എപ്പോൾ ദൈവം എഴുന്നേൽക്കുന്നു? നിന്റെ മേൽ വ്യാപരിച്ച കൃപ ചോർത്തുവാൻ നിന്റെ അടുത്തൊരു ശക്തി വന്നെന്ന് കാണുന്ന നിമിഷം സ്വർഗീയ പിതാവ് എഴുന്നേൽക്കുന്ന. ദൈവത്തിന് സ്തോത്രം. Praise God. Praise God. Why Jesus told, love your enemies. There should not be any enemy for you. ചിന്തിച്ചേ. Then who is God's enemy? Yes, there's an enemy. There's a source taking the people from God's presence. ദൈവത്തിന് സ്തോത്രം. എപ്പോൾ നിന്റെ മേൽ പകരപ്പെട്ട കൃപ നഷ്ടപ്പെട്ടു പോകും തോന്നുന്നുവോ, അപ്പോൾ ദൈവം എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ദൈവം അത് എഴുന്നേൽക്കുന്നത്? If you have loss in your physical life, maybe you can gain through your capacity or capability or based on your education or your wealth. But you lose your spiritual blessing, nobody can help you. ഭൗതികമായ തകർച്ചകളും വീഴ്ചകളും നിനക്കൊരു പക്ഷേ നേടുവാൻ കഴിയും, നികത്തുവാൻ കഴിയും. പക്ഷേ ദൈവകൃപയിൽ അകന്നു കഴിഞ്ഞാൽ ദൈവത്തിന് മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. സ്തോത്രം. Nobody in the world can provide the grace of God. ദൈവത്തിന് സ്തോത്രം. The so-called people of God, they are going to so-called celebrities. They are going to so-called spiritual leaders. എന്തിനു വേണ്ടിയാ പോകുന്നത്? കൈവച്ച് കൃപ എൻ്റെ മേൽ പകരണം. ആ മനുഷ്യന് കൃപ പകരുവാൻ കഴിയില്ല. ഒരു അഭിഷിക്തൻ കൈവച്ചാൽ, ആമേൻ, പ്രാർത്ഥിച്ചാൽ ദൈവം കൃപ പകരും. സ്തോത്രം. The grace is only from God. ദൈവത്തിന് സ്തോത്രം. Praise God. The moment God realizes my child is running away from my presence, God will arise. എന്ത് ചെയ്യുന്നറിയാമോ? ഒന്ന് സ്കാറ്റർ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 2 ഓടിച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. എന്തിനു വേണ്ടിയാണ്? ടു മേക്ക് യു സ്പിരിച്വലി സ്ട്രോങ്, മേക്ക് യു ക്ലോസ് വിത്ത് ഗോഡ്. ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ വേണ്ടി ദൈവം എഴുന്നേൽക്കുകയാണ്. നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. റിയലൈസ് ദ ട്രൂത്ത്. യുവർ റിലേഷൻ വിത്ത് യുവർ ഹെവൻലി ഫാദർ ഈസ് പ്യുവർലി സ്പിരിച്വൽ. ദൈവത്തിന് സ്തോത്രം. നിന്റെ സ്വർഗീയ പിതാവുമായിട്ടുള്ള നിന്റെ ബന്ധം തികച്ചും ആത്മീയമാണ്.
എന്തുകൊണ്ടാ പറയാൻ കാരണം, ക്രിസ്തുവിനെ ആരാധിക്കുന്നവർക്കുള്ള ധനം ക്രിസ്തുവിനെ ആരാധിക്കാത്തവർക്കുള്ള അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ മറ്റ് ഭൗതികം നമ്മൾക്കില്ല. മനസ്സിലായോ? സ്തോത്രം. ഈ യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നവർക്കാണ് നമ്മളെക്കാളും കൂടുതൽ ധനമുള്ളവർ. അതുകൊണ്ട് don't think that you are having a personal relation with God because of you to have a blessing in the world. No, it's a wrong teaching, it's a wrong thought. Only you realize the truth, your personal relation with your heavenly Father is truly spiritual. ആത്മീയമായ ഒരു ബന്ധമാണ് പിതാവും നീയുമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പിതാവിനെ എന്ത് വിളിക്കുന്നു? യു ആർ മൈ ഹെവൻലി ഫാദർ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം എഴുന്നേൽക്കുന്നു. Why God arise? The moment God realize I have to act. ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കണമെന്ന് ദൈവത്തിന് തോന്നുന്ന സമയം. എപ്പോഴാണ് അങ്ങനെ തോന്നുന്നത്? God realize that my child, there is no one to help him. ഇവനെ സഹായിപ്പാൻ വിടിപ്പാൻ ആരുമില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം ദൈവം എഴുന്നേൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. എങ്ങനെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും? ഹൗ യു ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ്? ഗോഡ് ഈസ് റൈസിങ് ഇൻ മൈ ലൈഫ്. ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. എനിക്ക് വിരോധമായ അനേക ശത്രുക്കളുണ്ട്. എന്റെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പ്രൈസ് ഗോഡ്. മേ ബി ഇൻ മൈ ഫാമിലി, മേ ബി ഇൻ മൈ വർക്ക് പ്ലേസ്, എനിവേർ. We have many enemies. We are facing troubles and struggles. പക്ഷെ ദൈവം പറയുന്നു, ഈ സ്ട്രഗിൾസ് എല്ലാം നിന്റെ സ്പിരിച്വൽ ലൈഫിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. I raise in front of you and the enemies will be scattered and they will flee from you. സ്തോത്രം. ആരും ഉറങ്ങരുത് കേട്ടോ, പ്ലീസ്. ഈ ജപ്പാൻ കമ്പനിയിലുണ്ട് ഒരു ഇതുണ്ട്, രാവിലെ ചെല്ലുമ്പം ജോലിക്ക് കയറ്റിയല്ല. സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട്. whoever it is there, സബ് കോൺട്രാക്ടർ ആരും ആയിക്കോട്ടെ, they have to come outside. അവരിങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കണം. CEO മാനേജർ വ്യത്യാസമില്ല. who come first, they will stand in the queue. Praise God. What they are doing? Two things. ഒരു എക്സസൈസ് ചെയ്യണം, 1 2 3 ചെയ്തിട്ട് പിന്നെ ഒരു ലാഫിങ് എക്സസൈസും ചെയ്യും. ചിരിപ്പിച്ച് 10 മിനിറ്റ് ചിരിപ്പിക്കും, ജോലിക്ക് കയറ്റും. സ്തോത്രം. why? to release your pressure. ഇവിടെ ആണെങ്കിൽ നല്ല AC, നല്ല ഫാന്, നല്ല സുഖം, നല്ല ഇത്, അങ്ങ് ഉറങ്ങി അങ്ങ് വീഴുക. ദൈവത്തിന് സ്തോത്രം. ദൈവം എഴുന്നേൽക്കുമ്പം ദൈവമക്കൾ എന്ത് ചെയ്യണ്ടിരിക്കുക? സ്തോത്രം. ദൈവത്തിന് മഹത്വം. പ്രൈസ് ഗോഡ്. ഇതെന്താ പ്രശ്നം അറിയാമോ? പണം മുടക്കി തിയേറ്ററിലാണ് കയറുന്നെങ്കിൽ ഉറങ്ങാതിരിക്കാൻ പണം മുടക്കിയതാ. ഇത് ഫ്രീ, എല്ലാം ഫ്രീ ആണ്. സ്പിരിച്വൽ ലൈഫ് എവറിത്തിങ് ഇസ് ഫ്രീ. സാൽവേഷൻ ഇസ് ഫ്രീ. ഹെൽത്ത് ഇസ് ഫ്രീ. അതുകൊണ്ടെന്നാണ് വി ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് സ്പിരിച്വൽ തിങ്സ്. അതിന്റെ വില തിരിച്ചറിയുന്നില്ല. നമുക്കറിയാം അല്പസമയ പ്രസംഗമുള്ളൂ, കണ്ണിങ്ങനെ തുറന്ന് പിടിച്ചങ്ങിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കാരണം ഇത് നീ കേൾക്കരുതെന്ന് ആർക്ക് ആഗ്രഹമുണ്ട്? നിന്റെ എനിമിക്ക് ആഗ്രഹമുണ്ട്. യു ഷുഡ് നോട്ട് ലിസൺ ദാറ്റ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ജപ്പാൻകാർ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ വെച്ച് കുറച്ച് 5 മിനിറ്റ് ചെയ്തോ എല്ലാം ഫ്രഷ് ആകും. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഫ്രം നെക്സ്റ്റ് വീക്ക് മറ്റേ സാധനം താലം മേടിച്ച് തരുന്നത്, ഈ ചീറ്റുന്ന സാധനം ഉണ്ടല്ലോ, അല്ലെ എനിക്കൊന്നും വേറൊരു മാർഗവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. പോട്ടെ. ഹൗ യു വിൽ എക്സ്പീരിയൻസ് ദാറ്റ്? സ്തോത്രം. ഉണർന്നു മതി. ഹൗ യു വിൽ എക്സ്പീരിയൻസ് ദാറ്റ്? എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റു? ഹൗ യു വിൽ എക്സ്പീരിയൻസ് ദാറ്റ്? Deuteronomy chapter 28:7. ഇത് നിങ്ങൾ ഓരോ വാക്കായിട്ട് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്തോണം. ഇത് ഓരോ വചനമായി നിങ്ങൾ ഏറ്റെടുക്കണം. യു ഷുഡ് ടേക്ക് ദിസ് വേർഡ് ഇൻ യുവർ ലൈഫ്. ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. 28:7. Deuteronomy 28:7. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുവാൻ ഇടയാക്കും. അവൻ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന്. പ്രൈസ് ദ ലോർഡ്. നീ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാ. നിനക്കെതിരെ വന്ന ശത്രു, കൂട്ടം കൂടി വന്നവർ, ഗ്രൂപ്പായി വന്നവർ, നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞവരെ ദൈവം ചിതറിക്കാൻ പോവുക. സ്തോത്രം. God will scatter your enemy. They were standing against you as a group, as a power, but God is telling you will be victorious and Lord will ensure that they will be scattered. ഇവിടെ ശ്രദ്ധിക്കണം, നീ ഒന്നും ചെയ്യുന്നില്ല.
You are not doing anything. ഇന്നലെ വരെ ഈ ആലയത്തിൽ കയറുന്നിടം വരെ നിന്റെ മുമ്പിൽ തലയുയർത്തി നിന്നവർ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, സ്കാറ്റർ ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. They are going to be scattered. Hallelujah. രണ്ടാമത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു Proverbs 28:1. സദൃശവാക്യങ്ങൾ 28:1. ആരും ഓടിക്കാതെ ശത്രു ഓടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ആരും ഓടിക്കാതെ നീ ഒന്നും ചെയ്യ. You are not doing anything, but you are going to experience that whoever stand against you, they will disappear. ഒന്നെന്താണ്? They will scatter, they exist, but the power is reduced. The second thing is they will disappear. ഇല്ലാതെയായി തീരും. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ആമേൻ. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാമോ? The enemy is scattered, the enemy is disappeared. That meaning you will be victorious. Hallelujah. നീ ജയിക്കാൻ പോകുക. എങ്ങനെ നീ ജയിക്കാൻ പോകുന്നു? ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. The God will rise for you and the enemy will be scattered and they will flee from you. ഒരു വഴിയായി വന്നവർ 7 വഴിയായി സ്കാറ്റർ ചെയ്തു. നേരെ വന്നവരെ ആമേൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല? കാണാൻ കഴിയുന്നില്ല. ഡിസപ്പിയർ. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. And Deuteronomy 23:4 എന്ന് വായിച്ചേ. This is what all these things you are going to experience. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ടുവന്ന് വഴിയിൽ നിങ്ങളെ എതിരേൽക്കുന്നത് കൊണ്ടും നിന്നെ ശപിക്കുവാൻ അവർ മെസൊപ്പൊത്താമിയയിൽ. Deuteronomy 20 ആണോ? Hallelujah. Deuteronomy 20 അല്ല 23:4. അപ്പൊ എത്ര കേട്ടെ? ആണ് 23:4. സോറി എന്റെ പ്രശ്നം അത്. And shall say to them, Hear, O Israel, today you are drawing near for battle against your enemies. Let not your heart faint. Do not fear or panic. നിങ്ങൾ പേടിക്കരുത്, ഭ്രമിക്കരുത്, ഭയപ്പെട്ടു പോകരുത്. എന്താ റീസൺ? വൈ? For the Lord your God is he who goes with you. You will experience that. If God arise for you, you will experience that God is going with you. God is always with you, and you shall have a confidence that no enemy can stand before me. സ്തോത്രം. ആദ്യം എന്താണ്? എനിമി സ്കാറ്റർ ആയി, പിന്നെ എനിമി ഡിസപ്പിയർ ആയി, ഇപ്പോൾ എനിമി എന്റെ മുമ്പിൽ ഇല്ല. വൈ? God is with me. Hallelujah. സ്തോത്രം. സ്തോത്രം. You are going to experience that. എത്ര വലിയ പവർ ആയിക്കോട്ടെ, എത്ര സ്ട്രോങ് പേഴ്സൺ ആയിക്കോട്ടെ, ഇറ്റ്സ് എ പ്രോമിസ് ടു യു. ഹൂ സ്റ്റാൻഡ് അഗൈൻസ്റ്റ് യുവർ ബ്ലെസ്സിംഗ്, God is going to scatter them. God is going to make disappear them. And God is giving a promise. He will come with you all the moment of your life. Praise God. ഇനി ഒടുവിൽ ഒരു കാര്യമുണ്ട്. Hallelujah. 2 Samuel 7:1. How you can experience that God arise for you. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും കീഴടക്കി രാജാവിന് സ്വസ്ഥത നൽകി. രാജാവിന് എന്ത് നൽകി? സ്വസ്ഥത നൽകി. Now when the king lived in his house, and the Lord had given him rest from all his sons. God has given the king. എന്ത് രാജാവിന് എന്ത് കൊടുത്തു? He given the rest എന്ന് പറഞ്ഞ സ്വസ്ഥത കൊടുത്തു. നിന്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ സ്വസ്ഥതയില്ലാത്ത അനുഭവത്തിൽ നിന്ന് സ്വസ്ഥതയുള്ള അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. എന്താണ് സ്വസ്ഥതയില്ലാത്തത്? Why you have unrest? Many problems are haunting you. Many problems are attacking you. Many problems are coming, entering your life without permission, and you are not able to overcome the situations. ദൈവം പറഞ്ഞെന്താണ്? ആമേൻ, I will raise for you. നിനക്ക് വേണ്ടി ഞാൻ എഴുന്നേൽക്കും. നിനക്ക് വേണ്ടി ഞാൻ എഴുന്നേൽക്കുമ്പോൾ ആദ്യമേ ഒരു വഴി വന്നവനെ 7 വഴിക്കായി വിടും ദൈവം. God will scatter your enemies. Second thing പറഞ്ഞു, God will, you can see the enemy, but later you are seeing the enemies disappeared.
Now you are leading a life, you are not seeing any one of your enemy, because the Lord is traveling along with you, and you will feel the peace, happiness, and you will be provided the heavenly rest. ആ സ്വസ്ഥത ദൈവം നിനക്ക് നൽകും. സ്തോത്രം. ആർക്കാ സ്വസ്ഥത? given to whom? കിങ്ങിനാണ്. കിങ്ങിന്റെ പ്രത്യേകത എന്താണ്? He is having authority, he is having wealth, he is having the control of the country, he is blessed in the world, but എന്തില്ല? He is not having peace of mind. Why? Enemies are roaming around him. ഒന്നാം വാക്യം വീണ്ടും വായിക്കുന്നു. എന്ന് വായിച്ചേ, 2 Samuel 7:1 വായിച്ചേ. ചുറ്റുമുള്ള സകല ശത്രുക്കളെയും കീഴടക്കിയപ്പോൾ രാജാവിന് സ്വസ്ഥത വന്നു. Praise God. Hallelujah. നീ ഒരു ശ്രദ്ധിച്ചോണം, നിന്റെ മുമ്പിലുള്ള ശത്രുവിനെ നീ കാണുന്നുള്ളൂ, നിന്റെ പിമ്പിലും ശത്രുവുണ്ട്, പക്ഷേ ദൈവം അതിനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. You are seeing the enemy standing in front of you. You cannot see the enemy who is standing behind you. But Lord is telling, I am seeing anyone who is around you, who is roaming around you to destroy your life. I will ensure that you will conquer them, and I will provide the rest. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. Praise the Lord. Hallelujah. Hallelujah. ഇതൊരു വാഗ്ദത്ത വചനമാണ്. ആമേൻ. എവിടെയാണ് നിനക്ക് ശത്രു നിൽക്കുന്നത്? If it is standing against your family life, Lord is going to scatter it. Lord is going to make it disappear from it. And Lord will see the presence of your God in the family, and the family will receive the heavenly peace and happiness. Hallelujah. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാണ് പ്രശ്നം. ദൈവം അതിനെ ശത്രു തകർക്കാൻ പോകുക, ഇല്ലാതാക്കാൻ പോകുക. ആമേൻ. കുഞ്ഞുങ്ങളുടെ പോകാൻ പോകുക. ആമേൻ. സ്വസ്ഥത നൽകാൻ പോകുക. സ്തോത്രം. Wherever you are facing the problem, it's a promise to you. I am going to rise for my child, because I am seeing the problems conquering your life. It's looting your grace you received in your spiritual life. നീ പ്രാപിച്ച കൃപ, ആമേൻ, നിന്നിൽ നിന്ന് വലിച്ചെടുത്ത് കളയുന്ന ശത്രുവിന്റെ പദ്ധതികളിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം പിന്നെ ഓർത്തോണം, all these things God will do. ദൈവം ഇതെല്ലാം ചെയ്യും. നീ എന്ത് ചെയ്താൽ മതി? നീ ഒന്നും ചെയ്യണ്ട, ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൂത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കണ്ണൊക്കെ എന്ത് ചെയ്തത്? താഴ്ത്തിയിട്ടത്. നമ്മളെ മയക്കത്തിലേക്ക് കൊണ്ടുപോകും. സ്തോത്രം. കാരണം ഈ വചനം, ആമേൻ, ഞാനും ഈ വള്ളിയും ഈ കമ്പും ഈ ബിൽഡിങ്ങും ആകാശവും ഭൂമിയും മാറിപ്പോയാലും പുറപ്പെടുന്ന വചനം നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. Who are changed from the world, but the word you receive from the word of God, from the mouth of God, it will continue its action till the last moment of your life. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നോട് പറഞ്ഞ പ്രോമിസസ് എല്ലാം അവൻ ഫുൾഫിൽ ചെയ്യും. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടെന്നറിയാമോ? നീ തികഞ്ഞൊരു മകനായി തീരുവാൻ, നിന്റെ മേൽ പകർന്ന കൃപ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, നീ ദൈവത്തിൽ അകന്നു പോകാതിരിപ്പാൻ അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. സ്തോത്രം. Lord will ensure that you will stay with God. Lord will ensure that you will be committed for God. For that God will rise, and he will ensure nobody can touch your spiritual life. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ നിനക്ക് വഴിയണമെങ്കിൽ, സർവശക്തനും കീഴിൽ കഴിയണമെങ്കിൽ, ആമേൻ, ഒരു കൃപയും നിന്റെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം എഴുന്നേറ്റിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പോവുക? വാട്ട് ഈസ് ഗോയിങ് ടു ഡു? അതോടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 3:1. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം. The king made a image of gold, and he told that and 3:4-6 വായിച്ചു. You shall worship the image of gold, what I created. It's a rule of the law, the rule of the country. ആരാ പറഞ്ഞത്? Who proclaimed the rule?
രാജാവ് പറയാണ്, യു ഷാൽ വർഷിപ്പ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിന്റെ 12 and 13 ഒന്ന് വായിച്ചേ. ആ ആ ആ ആ. Praise the Lord. The complaint has gone to the king. What is the complaint has gone to the king? See, listen to this word. The complaint is in our palace. In our palace, there are people of God. മനസ്സകർ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. നിന്റെ കുടുംബത്തിൽ, നിന്റെ ജോലി സ്ഥലത്ത്, ആമേൻ, നിന്റെ ദേശത്ത് ശത്രു പറയുക നീ ദൈവവേദലാണെന്ന്. ദൈവത്തിന് സ്തോത്രം. Praise God. It is a complaint, but it's a heavenly testimony. We can see 3 young people who are not ready to worship the image you created. Praise the Lord. Hallelujah. നമ്മളാണ് എന്ത് ചെയ്തേ? We will travel according to the rule of the country. നമ്മളും പോയി എന്ത് ചെയ്തേ? കുമ്പിട്ടേ. ഇവര് പറഞ്ഞു, എന്ത് പറഞ്ഞു? സ്തോത്രം. 14 തൊട്ട് വായിച്ചേ. ആ ആ ആ ആ ആ ആ ആ. You shall worship the moment the music starts. You shall worship God. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നന്ന്. You will be thrown into the fiery furnace. Praise the Lord. Who is the God who can deliver you from my hands? രണ്ട് കാര്യം ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് ടെസ്റ്റിമണി, in our palace, in this palace there are children of God. രണ്ടാമത്തെ ടെസ്റ്റിമണി അറിയാമോ? through them രാജാവ് പറയാ, there is a God who exists, you can deliver from my hands. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഈ കൊട്ടാരത്തിൽ ദൈവം ഇതിലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ രാജാവ് പറയുക, ഞാനൊരു കാര്യം അറിയാതെ പറയുന്നു. ആമേൻ. നീ എന്തുകൊണ്ട് ഇതിനെ ആരാധിക്കുന്നില്ല? കാരണം നിന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പക്ഷെ എന്ത് സംഭവിച്ചു? അതിന്റെ 17 ഒന്ന് വായിച്ചേ. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. Praise the Lord. If this be so, our God whom we serve is able to deliver us from the burning fiery furnace. Praise the Lord. See the 3 young people declaring their faith. What is the faith? They are proclaiming, my God will raise for us. എൻ്റെ ദൈവം, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ടും വിടുതൽ നടന്നോ? ഇല്ല. വായിച്ചേ, എൻ്റെ 23 എന്ന് വായിച്ചേ. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം പറഞ്ഞിട്ടും എന്തു പറ്റി? എരിയുന്ന തീച്ചൂളയിൽ വീണു. അവരെന്താ സാക്ഷ്യം പറഞ്ഞത്? What is the testimony? The Lord we serve will rise for us. He will deliver from all the evil. Praise God. പക്ഷെ അവരെന്ത് ചെയ്തു? തീയിലേക്ക് വീണു. ഇപ്പൊ രാജാവ് ആ ഫർണസിലേക്ക് നോക്കുക, തീച്ചൂളെ നോക്കുക. രാജാവ് പറഞ്ഞ മറുപടി എന്താണ്? 24 എന്ന് പറയുന്നത്, നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ 3 പേരെ നമ്മൾ എന്ത് ചെയ്തുള്ളൂ? ബന്ധിച്ച് തീയിലിട്ടത്. 3 പേരെ ഇട്ടുള്ളൂ. പക്ഷേ ഞാൻ എന്ത് കാണുന്നു? 4 പേരെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. Praise the Lord. We throw 3 young people, but I am seeing a 4th person inside the burning furnace.
നാലാമനൊരുവനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. തീച്ചൂടയിൽ വെച്ച രാജാവ് നാലാമനെ കണ്ടെങ്കിൽ, ആമേൻ, കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ഈ 3 പേരും നാലാമനെ കണ്ടുകൊണ്ടിരിക്കുന്നവരാ. സ്തോത്രം. വീണപ്പം 3 പേരല്ല വീണത്, വീണപ്പം 4 പേരും വീണു. പക്ഷെ സ്തോത്രം, നാലാമൻ അവരെ വിടുവിച്ചു. അതാണ് ദൈവം എഴുന്നേൽക്കുക എന്ന് പറയുന്ന സ്തോത്രം. The problem you are facing in your life, you are not alone. God is with you. It's a promise. I will come with you till the last moment of your life. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ പറയുക, 3 പേരില്ല, 4 പേരെ ഞാൻ കാണുന്നു. Praise God. Why enemy is coming against you? He is not seeing you alone. He is telling you, നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഒരാളെ കാണുന്നു. ആമേൻ. നിനക്കത് അറിയത്തില്ല, പക്ഷേ ശത്രുവിന് അറിയാം. സ്തോത്രം. നീ പോകുന്ന ഇടങ്ങളെല്ലാം ഒരുവൻ നിന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. Wherever you go, you are not alone. God is with you. God is with you. God's presence is moving with you. Hallelujah. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്താ ദൈവം ചെയ്യാൻ പോകുന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആമേൻ എന്ത് വിടുതൽ ആവശ്യമുണ്ടോ, നാലാമനായി ഇറങ്ങി വന്ന് ഈ ദിനങ്ങളിൽ ദൈവം നിന്നെ വിടുവിക്കാൻ പോകുക. സ്തോത്രം. Where the world cannot do, there God is going to do. ലോകത്തിന് ചെയ്യാൻ കഴിയാത്തത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുക. നിന്റെ കൂടെ ദൈവമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ എടുക്കണ്ട. If you read the book of Esther, the same complaint is going. What is the complaint? King, I can see a group of people who is not obeying the law of the country. ആമേൻ. ഒരു ജാതി നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ചിതറിക്കിടക്കുന്നു. അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നില്ല. Praise God. Hallelujah. God will identify his people every moment of his life, every moment of their life, and he will ensure that he will be with you. സ്തോത്രം. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ ഏറ്റവും അത്ഭുതം നോക്കിക്കേ. അതിന്റെ ആ വാക്യം ഒന്ന് വായിച്ചിട്ടെടുത്ത് അല്ലെങ്കിൽ സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഇതിന് 7 മടങ്ങ് എന്ത് ചെയ്തു? ഈ തീ, it increased the fire 7 times. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 27 വായിച്ചേ. പ്രധാന ദേശാധിപന്മാരും സ്ഥാനപതിമാരും ദേശാധിപന്മാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും ഇല്ലാതെയും. ഓ ജീസസ്. തീയുടെ മണം പോലും ഇല്ലാതെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നീ വിചാരിച്ചു my life is finished, no more, I will not receive a deliverance, my life is finished, I cannot come out from this problem. But now we are asking a question to myself, where is my problem? അതിന്റെ മണം, സ്മെല്ല് പോലും ഇല്ലാതെ ദൈവം നിന്നെ എന്ത് ചെയ്തു? വിടുവിച്ചു. Praise the Lord. Hallelujah. സ്തോത്രം. എന്താ റീസൺ? A testimony from the 3 young people. We are serving a Lord who will raise for his people at the right time and who will deliver his people at the right time. എഴുന്നേൽക്കുക മാത്രമല്ല, തന്റെ ജനത്തെ തക്ക സമയത്ത് വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവം ഒന്നാമത് ചെയ്യാൻ പോകുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ, നീ കടന്നു പോകുന്ന വേദനയുടെ നടുവിൽ നിന്റെ കൂടിരുന്ന് ആമേൻ ലോകം സാക്ഷ്യം പറയത്തക്ക നിലയിൽ ദൈവം വിടുതൽ കൽപ്പിക്കുമെന്നു. ദൈവം വിടുതൽ തരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് ആക്ട്സ് ചാപ്റ്റർ 12:7 എന്ന് വായിക്കാം. 12:7. അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായം 7-ാം വാക്യം. Praise the Lord. He was with the proconsul Sergius Paulus, a man of intelligence, who summoned Barnabas and Saul. Acts 12:7 right. And
behold, an angel of the Lord Angel of the Lord stood next to him. stood next to Peter. എന്താണ് സംഭവം? They killed James. യാക്കോബിനെ കൊന്നു. Now Peter inside the prison. Amen. Nobody can help him. He is waiting for the next number. അടുത്ത മരണത്തിനായി അടുത്ത നമ്പർ കാത്തിരിക്കുക. പക്ഷേ ദൈവത്തിന് സ്തോത്രം, സ്വർഗം കാരാഗ്രഹത്തിൽ ഇറങ്ങി. ദൈവം അവന് വേണ്ടി എന്ത് ചെയ്തു? എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റു. ഉടനെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു? ഒന്ന് വായിച്ചേ. 12:7. പ്രകാശിച്ചു. ഉണർത്തി. പ്രൈസ് ദി ലോർഡ്. ഉടനെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. And behold, an angel of the Lord stood next to him, and a light shone in the cell. He struck Peter on the side and woke him, saying, Get up quickly, and the chains fell off his hands. Praise the Lord. ഇവിടെ പറയുന്നു, the angel came to Peter and told, Arise quickly. പെട്ടെന്ന് എഴുന്നേൽക്ക്. എന്താ നീ പെട്ടെന്ന് എഴുന്നേൽക്കേണ്ടത്? ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു. ഇത് പറയുകയും ചങ്ങല അഴിഞ്ഞു വീണു. സ്തോത്രം. The chains fell down. അടുത്ത വാക്യം പറയുന്നു, ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ താൻ ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവൻ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ they came to the end of the deeds of city, which is open to them of its own accord. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ സ്പിരിച്വൽ ലൈഫിനെ, ആമേൻ, നിന്റെ ആത്മമണ്ഡലത്തെ ശൂന്യമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, ആമേൻ, പോരാടുന്ന അന്ധകാര വ്യാപാരങ്ങളുണ്ട്. നിന്നെ മുൻപോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് നിന്നെ ബന്ധിച്ച് നിന്റെ കാരാഗ്രഹത്തിലിട്ട്, ആമേൻ, നിന്റെ ആത്മമണ്ഡലത്തെ ഇല്ലാതാക്കി കളയുന്ന പൈശാചിക പോരുകൾ. സ്തോത്രം. ആമേൻ. He is fighting against your spiritual life. It's proclaiming, I will never allow you to move forward. I will never allow you to be connected with your Father. I will never allow you to grow in spiritual life. അതിനെന്ത് ചെയ്തു? He was bound by chain. He was locked in a room and he was totally isolated from the people of God. ആമേൻ. ദൈവകൃപയിൽ നിന്നും ദൈവജനത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും ആമേൻ നിന്നെ അകറ്റി ബന്ധിക്കപ്പെട്ടവനായിരുന്ന പത്രോസേ, നിന്നെ മുന്നോട്ട് ദൈവം കൊണ്ടുപോകും. സ്തോത്രം. He will ensure that you will grow in your spiritual life. He will ensure that you will be connected with your heavenly Father. He will ensure that nobody can destroy your spiritual life. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ 12:5 എന്താ വായിക്കുന്നത്? Why it is connected with the spiritual life? 12:5 പറയുന്നു, സഭ എന്ത് ചെയ്തു? ശ്രദ്ധയോടെ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു? പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആമേൻ. The people of God, they were knocking at the door of God. Help your servant, help the anointed, redeem him. അപ്പൊ ദൈവം എന്ത് പറഞ്ഞു? I will redeem him. I will give deliverance. അവന് മേലുള്ള വിളി അവസാനിച്ചിട്ടില്ല. അവനെ എനിക്ക് ഇനി ഉപയോഗിക്കാനുണ്ട്. അതുകൊണ്ട് അവനെ ആത്മാവിൽ മുന്നോട്ട് നയിച്ചു. ദൈവത്തിന് സ്തോത്രം. Praise God. Hallelujah. നമ്മൾ വിചാരിക്കരുത്, don't think that mostly we are not faithful to God. Mostly we are not according to will of God. Again, God is pushing us. Again is God empowering us in spiritual life. Don't think that every time it will happen. Why it is happening? Because Lord have a purpose about you. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിനക്കത് മനസ്സിലായില്ലെങ്കിലും ദൈവം അത് മനസ്സിലാക്കുന്നു. പിന്നെയും നിന്നെ മുൻപോട്ട് തള്ളുകയാ. നീ വിശ്വസ്തനാക. Be faithful to God. God knows what's the purpose about you. He only
define the purpose. He only designed the purpose about you. നിന്നെ കുറിച്ചുള്ള പദ്ധതി ദൈവം നിനക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 11-ാം വാക്യം വെച്ചാൽ എവരെന്ന് വായിച്ചേ. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. You're going to testify. You're going to testify. ഞാൻ ദൈവത്തിൽ നിന്ന് എത്രയോ അകന്നു പോയിരുന്നു. എന്റെ കൃപ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഞാൻ കർത്താവ് ബന്ധിക്കപ്പെട്ടവളായി മാറിയിരുന്നു. ഞാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവളായി മാറിയിരുന്നു. എന്നാൽ കരുണയാൽ എന്നെ ദൈവം വിടുവിച്ചു. ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റു. ഇപ്പോൾ ഞാൻ അറിയുന്നു, ആമേൻ, ആത്മകൃപ നഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്ന് ആത്മകൃപ പ്രാപിച്ച വ്യക്തിയിലേക്ക് ദൈവം എന്നെ മടക്കി കൊണ്ടുവന്നിരിക്കുന്നു. സ്തോത്രം. Lord, I was against your will. I was traveling away from you. I was losing the grace you provided. But today I believe God restored me as a beloved son and beloved daughter to continue the purpose of God. Hallelujah. ദൈവകൃപയെ മുന്നോട്ട് കൊണ്ടുപോകുവാനായി ദൈവം എന്നെ മുൻപോട്ട് നയിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവം എഴുന്നേൽക്കുന്നത് നിന്റെ പ്രശ്നങ്ങളിൽ അവസാനത്തോളം നിന്ന് നിന്നെ വിടുവിപ്പാൻ. ദൈവം എഴുന്നേൽക്കുന്നത്, ആമേൻ, നീ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആത്മകൃപയിൽ നിന്ന് നിന്നെ വീണ്ടും വലിച്ചടുപ്പിച്ച് തന്റെ മാറോട് ചേർത്ത് പിടിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ലൂക്ക് 1:11 എന്ന് വായിച്ച് ഈ ഭാവോടെ പറഞ്ഞ പ്രാർത്ഥിക്കാം. ലൂക്ക് 1:11. സക്കറിയാവിനോട് പറയുന്നു, ഒരു ദൂതൻ സക്കറിയാവിന് മുമ്പിൽ വെളിപ്പെടുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായി അവന് പ്രത്യക്ഷനായി. സക്കറിയാവ് അവനെ കണ്ട് ഭ്രമിച്ചു. Hallelujah. The Lord appeared in front of the Zechariah. Lord appeared. സ്വർഗ്ഗം ഇറങ്ങി വന്നു. ദൈവത്തിന്റെ സ്തോത്രം. He was a priest. He was serving the Lord. Praise God. He was faithful to God. സ്തോത്രം. അതിന്റെ 6 ഒന്ന് വായിച്ചേ. 1:6. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായി. They were holding a very good testimony in the spiritual life. They were blameless. ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരും ദൈവസന്നിധിയിൽ വിശ്വസ്തരുമായിരുന്നു. പക്ഷേ 7-ാം വാക്യം പറയുന്നു, എലിസബത്ത് വന്ധ്യയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. They were not having a child and they were aged. അവർ വയസ്സെന്നവരും വയസ്സെന്നവരും. Praise God. See, they were a spiritual people. They were faithful people. They were committed people. And they were having a very good testimony in front of God. പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്തില്ല? കുഞ്ഞുങ്ങളില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രായമേറിയിട്ടും മറുപടി ലഭിച്ചിട്ടില്ല. Praise God. Hallelujah. Their one prayer matter what not answered for a long time. ഉറപ്പായിട്ട് എന്താണ് പ്രാർത്ഥിക്കുന്നത്? എന്ത് ചെയ്യും? ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും, ഇല്ലേ? ഉറപ്പല്ലേ? പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളില്ലായിരുന്നു. പക്ഷേ അതിന്റെ 8 മുതൽ can read from 8. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവൻ നറുക്കുവന്നു. See, even his prayers were not answered. Even God was not responding according to his will. Even he was saying to God, Lord, I'm praying for long years, but you are not answering my prayers. He was not running away from the presence of God. He was not rebelling against the purpose of God. ഇതെല്ലാം ഉള്ളപ്പോഴും, ആമേ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോഴും ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരുന്നു. സ്തോത്രം. നമ്മുടെ വ്യത്യാസം എന്താ അറിയാമോ? കർത്താവേ, എനിക്ക് ജോലി തന്നാൽ, സ്തോത്രം. കർത്താവേ, എനിക്ക് കുഞ്ഞുങ്ങളെ തന്നാൽ, സ്തോത്രം. കർത്താവേ, എനിക്ക് ഭവനം തന്നാൽ, സ്തോത്രം. എന്ത് ചെയ്യാം? കർത്താവിന് വേണ്ടി നിലകൊള്ളാം. സക്കറിയാവ് പറഞ്ഞു, നീ ഒന്നും തന്നില്ലെങ്കിലും I will serve the Lord. Hallelujah. I will serve the Lord. Praise God. നീ ഒന്നും തന്നില്ലെങ്കിലും ഞാൻ നിന്നെ സേവിക്കും. Praise God. വയസ്സ് ചെന്നവരും വൃദ്ധരുമായിരുന്ന അവരുടെ ജീവിതത്തിൽ, ആമേൻ, നമ്മൾ വായിച്ച 11-ാം വാക്യത്തിൽ സ്വർഗീയ ദൂതൻ ഇറങ്ങി. ആമേൻ.
ദൈവത്തിന് സ്തോത്രം. അതിന്റെ 8-ന്റെ 9, 9, 10 വായിച്ച്. 8, 9, 9 and 10. 9 തൊട്ട് വായിച്ച്. 1-ന്റെ 8. ആ ആ he was praying to God and he was praying for God's people. He was serving Lord and he was praying for God's people. സ്തോത്രം. നമ്മുടെ പ്രശ്നം എന്താണ്? വാട്ട് ഇസ് അവർ പ്രോബ്ലം? നമ്മളുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് എന്തില്ല? സമയമില്ല. അത്രത്തോളം വിഷയം എനിക്ക് തന്നെ ഉണ്ട്. ഇതെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണ്ട എനിക്ക് അടുത്തൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. But Zechariah was a man who was having many prayer matters of his personal life, but he was telling, Lord, you called me, you separated me, you assigned me to be a middleman for the people, to pray for the blessings of the people. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി സക്രിയാവ് മാറി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൂതൻ ഇറങ്ങി. അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, പ്രൈസ് ദി ലോർഡ്. മതി. നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തായി? ഉത്തരമായി. ഇന്ന് നിന്നോടുള്ള ദൂതിത, നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുക. സ്തോത്രം. God is going to raise to provide the answer for the prayer you have been praying for long years. Hallelujah. ദൈവം ഇന്ന് പകൽ നിന്നോട് വാഗ്ദത്തം പറയുക. നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചത് ആർക്കും അറിയത്തില്ലായിരിക്കാം, പക്ഷെ ദൈവം അത് അറിയുന്നു. God knows your prayer matters. Why you are going, he is going to answer. You are faithful even you are not receiving the blessing from God. സ്തോത്രം. നമ്മുടെ ഡിസിഷൻ ചേഞ്ച് ചെയ്യണം. കർത്താവെ, തന്നാലെന്നല്ല, ഞാൻ എന്നെ തന്നെ നിനക്ക് തരുന്നു. ദൈവത്തിന് സ്തോത്രം. I am giving myself to you. ഞാൻ എന്നെ തന്നെ നിനക്കായി തരുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ദൈവം എഴുന്നേൽക്കുന്നു. God is rising for you. നീ കാണാൻ പോകുന്ന എക്സ്പീരിയൻസ്, they will be scattered, they will disappear, they will be no more, and you will be provided with heavenly peace, and you will be provided with the heavenly rest from heavenly Father. ആമേൻ. ഹല്ലേലൂയ. നിന്റെ പ്രോബ്ലത്തിന് നടുവിൽ ഒരു വലിയ ഡെലിവറൻസ് ദൈവം തരാൻ പോകുന്നു. നിന്റെ സ്പിരിച്വൽ ലൈഫിനെ, അകന്നു പോയ നിന്റെ സ്പിരിച്വൽ ലൈഫിനെ അവൻ മടക്കി വരുത്താൻ പോകുന്നു. നിന്റെ പ്രാർത്ഥനകളില്ലേ, അതിന് ദൈവം മറുപടി തരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. God will rise for you. You are his beloved. You will not be scattered. You will not flee from him. The enemy will be scattered and enemy will be flee from him. You will be victorious. എന്താ കാരണം? God will rise for you. എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.